ഇപ്പോൾ നമ്മൾ നിയമസഭയിലേക്ക് പോവുകയാണ്. മന്ത്രി ശിവൻകുട്ടി സംസാരിക്കുന്നു. സർ, വയനാട് ജില്ലയിൽ ആകെ 1962 സീറ്റുകൾ എല്ലാ കുട്ടികൾക്കും പ്രവേശനം കൊടുത്തതിന് ശേഷം മിച്ചം വരും എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഈ വർഷം SSLC പാസ്സായ 36,026 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയത്തിലും A+ ലഭിച്ചത് 7,026 വിദ്യാർത്ഥികൾക്കാണ്. സർ, അവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിച്ചാൽ തന്നെ കണ്ണൂർ ജില്ലയിലാകെ 5,946 സീറ്റുകൾ അധികം ഉണ്ടാകും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ വർഷം SSLC പാസ്സായ 20,477 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയത്തിനും A+ ലഭിച്ചത് 3,006 വിദ്യാർത്ഥികൾക്കാണ്. അവിടെ കാസർഗോഡ് ജില്ലയിൽ ആകെ 1,684 സീറ്റുകൾ അധികമായി മിച്ചമായി ഉണ്ടാകുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒരുപാട് ബോളൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ വളരെ ശാന്തമായി പറയുന്നത്. സർ, മലപ്പുറം ജില്ലയിൽ ആകെ +1 സീറ്റുകൾ 73,916. അതിലാകെ സയൻസ് സീറ്റുകൾ 28,646. ആകെ കോമേഴ്സ് സീറ്റുകൾ 23,100. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 19,290. സർക്കാർ സ്കൂളിലെ സീറ്റുകൾ 34,060. ആകെ സർക്കാർ സ്കൂളിലെ സയൻസ് സീറ്റുകൾ 12,480. അവിടെ സർക്കാർ സ്കൂളിലെ കൊമേഴ്സ് സീറ്റുകൾ 11,180. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 11,400. സാർ, എയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകൾ 25,690. ആകെ സയൻസ് സീറ്റുകൾ 11,530. ആകെ കോമേഴ്സ് സീറ്റുകൾ എയ്ഡഡ് മേഖലയിൽ 7,820. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 6,340. അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകൾ 11,286. ആകെ സയൻസ് സീറ്റുകൾ 4,636. ആകെ കോമേഴ്സ് സീറ്റുകൾ 4,100. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 2,550. സർ, ഞാൻ മലപ്പുറം ജില്ലയുടെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. സർ, ജില്ലയ്ക്കുള്ളിലെ അവിടെ അപേക്ഷകർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 74,840 പേരാണ് അവിടെ അപേക്ഷകരായി വന്നിട്ടുള്ളത്. 74,840. ഹയർ സെക്കൻഡറി മേഖലയിലെ 71,036 സീറ്റുകൾക്ക് പുറമെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ 2,850 സീറ്റുകളും IT മേഖലയിലെ 5,484 സീറ്റുകളും പോളിടെക്നിക് മേഖലയിലെ 880 സീറ്റുകളും കൂടിയാൽ ആകെ സാർ മലപ്പുറം ജില്ലയിൽ 80,250 സീറ്റുകൾ റെഗുലർ പഠനത്തിനായി ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. സർ, ഇതിനു പുറമെ ഹയർ സെക്കൻഡറി പഠനത്തിനായി സ്കൂൾ കേരളയിലും ധാരാളം കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സാർ, അലോട്ട്മെൻറ്റ് മുമ്പുള്ള കണക്ക് പ്രകാരം മലപ്പുറത്ത് ആകെ +1 സീറ്റുകൾ 80,250. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള അപേക്ഷ വന്നിരിക്കുന്ന ജില്ലയ്ക്കുള്ളിൽ നിന്നുള്ള അപേക്ഷകൾ 74,840. ബാക്കി വരുന്ന സീറ്റുകൾ 5,410. സർ, മുൻകാലങ്ങളിലെ പ്രവേശന തോത് അടിസ്ഥാനപ്പെടുത്തിയാൽ നിലവിൽ ആവശ്യത്തിന് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ലഭ്യമാണ്. 21-22 അധ്യയന വർഷം നമ്മൾ നോക്കിയാൽ അവിടെ സാർ 5,446 സീറ്റുകൾ അഡ്മിഷൻ പൂർത്തീകരിച്ചപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു.
22-23 അധ്യയന വർഷം അവിടെയും അഡ്മിഷൻ അന്ന് ക്ലോസ് ചെയ്തപ്പോൾ 4300 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. സർ, കഴിഞ്ഞ വർഷം 23-24 അധ്യയന വർഷം അഡ്മിഷൻ അവിടെ ക്ലോസ് ചെയ്ത അവസരത്തിൽ അവിടെ ഇതേപോലെ തന്നെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. സർ, ഈ വർഷം SSLC പാസ്സായ 79,748 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ 12,525 വിദ്യാർത്ഥികൾക്കാണ്. സാധാരണ രീതിയിൽ ഇത്തരം വിദ്യാർത്ഥികൾ സയൻസ് കോമ്പിനേഷന് പ്രവേശനം നേടാനാണ് ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ സയൻസ് കോമ്പിനേഷനിൽ സർക്കാർ സ്കൂളുകളിൽ മാത്രം 12,480 സീറ്റുകളുണ്ട്. എയ്ഡഡ് സ്കൂളുകളിൽ 11,530 സീറ്റുകളുണ്ട്. ഇത്തരത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ മാത്രം സയൻസ് കോമ്പിനേഷനിൽ മാത്രം 24,010 സീറ്റുകൾ ലഭ്യമാണ്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ 4,636 സയൻസ് സീറ്റും കൂടി കണക്കാക്കിയാൽ സാർ ആകെ 28,646 സയൻസ് സീറ്റുകൾ മലപ്പുറത്ത് ലഭ്യമാണ്. എല്ലാ A+കാരും സയൻസ് വിഷയം തിരഞ്ഞെടുത്താൽ പോലും 16,121 സയൻസ് ബാച്ച് സീറ്റുകൾ മിച്ച സീറ്റുകൾ അത് ഒഴിഞ്ഞു കിടക്കും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സാർ, സമയം എക്സീഡായി. പ്ലീസ് മിനിസ്റ്റർ. സാർ, മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത്. താൽക്കാലിക ബാച്ചുകൾ ഇവിടെ ഈ പറയുന്ന പോലുള്ള അസൗകര്യമുണ്ട്. 55, 60, 70 കുട്ടികളെയൊക്കെ ചേർക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം ഷിഫ്റ്റ് ചെയ്ത 14 ബാച്ചുകൾ, 84 താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ ഉൾപ്പെടെ സാർ 98 ബാച്ചുകൾ അധികമായി ഈ വർഷവും പ്രവേശനത്തിനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 18 അനുവദിച്ചു. കോഴിക്കോട് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 30 അനുവദിച്ചു. വയനാട് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 8 അനുവദിച്ചു. കണ്ണൂർ ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 19 അനുവദിച്ചു. കാസർഗോഡ് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ച് 14 അനുവദിച്ചു. സർ, ഇതാണ് സാർ ഈ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് ഞാനൊരു വളരെ ഇതിൻ്റെ കണക്കുകൾ ആധികാരികമായിട്ട് തന്നെ പല പ്രാവശ്യം ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കണക്കുകളാണ്. കണക്കുകളിലൊന്നും യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല. മറ്റെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിച്ച് അതിൽ വസ്തുത ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. മലപ്പുറത്തും മലബാറിലുള്ള കുട്ടികളും ഞങ്ങളുടെ കേരളത്തിൻ്റെ മക്കളാണ് എന്നുള്ള സമീപനം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഉള്ളത് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം ഇതിപ്പോൾ ഈ സഭ നിയമസഭയിൽ +1 സീറ്റ് പ്രതിസന്ധി ഇല്ല മലപ്പുറത്ത് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ചില കണക്കുണ്ട് സാർ. ഏകജാലകം വഴി അപേക്ഷിച്ചത് 82,446 പേരാണ്. മെറിറ്റ് സീറ്റുകൾ 50,207 മാത്രമാണ്. ആദ്യ അലോട്ട്മെന്റിൽ അവസരം കിട്ടിയത് 36,393 പേർക്കാണ്. അവശേഷിക്കുന്ന മെറിറ്റ് സീറ്റ് എന്ന് പറയുന്നത് 13,814 മാത്രമാണ്. ആ സീറ്റിനായി കാത്തിരിക്കുന്നതാകട്ടെ 46,053 പേരാണ്. മലപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അഷ്കർ അലി കരിമ്പ നൽകുന്ന കൃത്യമായ കണക്കുകളാണിത്. അപ്പോൾ മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്നാണ് മന്ത്രി ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാമെന്ന് തന്നെ കരുതുകയാണ്.